ഓക്കെ, നമുക്ക് ഇവിടെ ഒരുപാട് അണികളുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. ചേട്ടാ ചേട്ടാ ഈ ഒരു പ്രതിഷേധം, ഇതിനെക്കുറിച്ച് ശരിക്കും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിന്റെ ആവശ്യമുണ്ടോ? വിഷയത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്താ പറഞ്ഞോണ്ടാ ചോദിക്കുന്നത്? അല്ല, ഇ ഡി അന്വേഷണം നടത്തും, ഇ ഡി അന്വേഷണം നടത്തി അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും. അപ്പം എന്തിനാണ് ഇത്ര ഈ ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ ഈ റോഡിലൊരു പ്രതിഷേധം? പിന്നെ ഈ തോന്നിയാസം കാണിക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് തോന്നിയവസായിട്ടാണോ തോന്നുന്നത്? എന്ത് നമ്മളിത്തരം കാണിക്കാന്നുള്ള ഇതിൽ കൂടെ കാണിക്കുന്നു. ഇത് തോന്നിയാസമല്ലേ? ഇത് തോന്നിയാസമല്ലേ? ഇത് തോന്നിയാസമല്ലെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? മാഡത്തിന് തോന്നുന്നുണ്ടോ ഇത് തോന്നിയാസമല്ലെന്ന്? തോന്നിയാസമല്ലെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം തരൂ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം. ഇത് തോന്നിയാസമല്ലെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഇ ഡി അന്വേഷണം അവിടെ നടക്കുമല്ലേ? അപ്പോഴത്തേക്കും അന്വേഷണം എത്ര പ്രാവശ്യം ഇ ഡി അന്വേഷണം നടന്നു? ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് ഒരു മര്യാദയില്ലേ? ഈ പ്രസ്ഥാനത്തെ ഇതുകൊണ്ട് തീർത്ത് കളയാമെന്ന് നരേന്ദ്രമോദി വിചാരിക്കുന്നുണ്ടോ? പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരെയും ഇതുപോലെ കള്ളക്കേസിൽ കൊടുത്തി അകത്താക്കി കഴിഞ്ഞാൽ തീരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് ഈ രാജ്യത്തെ പ്രതിഷേധക്കാരെല്ലാം ഒതുക്കിക്കളയാന്നോ? പുതിയൊരു ജനവിഭാഗം ഉണ്ടായല്ലോ, CJP എന്ന് പറഞ്ഞിട്ട്. അവർക്ക് നേരെ എന്താ ഉണ്ടാക്കിയത്? ആര് പ്രതിഷേധിക്കുന്നോ, ആര് എതിർ ശബ്ദം ഉണ്ടാക്കുന്നോ അവരെല്ലാം അടിച്ചൊതുക്കാമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അത് ഈ രാജ്യത്ത് നടക്കുമെന്നാണോ?